ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആവുന്ന എപ്പോഴാണെന്നറിയോ? അത് നമ്മൾ സിക്കായിരിക്കുമ്പോഴാണോ? അതെനിക്കിപ്പോൾ മനസ്സിലായതല്ല കേട്ടോ. 1-2 തവണയായി സിക്കായിരിക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം തോന്നുന്നത്. അങ്ങനെ ചെയ്ത ഒരു കാര്യമാണിത്. സ്ഥിരമായിട്ട് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പോൾ ഒരു 4 വർഷത്തോളമായിട്ട് ഒരു ക്രാഫ്റ്റും ചെയ്യുന്നില്ല. എങ്കിലും കോൺഫിഡൻസിന് ഒരു കുറവുമില്ല. പിന്നെ 4 വർഷം ചെയ്യാതിരുന്നതെന്ന് വെച്ച് ക്രാഫ്റ്റ് ചെയ്യുന്നതിന് എന്ത് കുറവ് വരാനാന്ന് പറഞ്ഞ് തുടങ്ങി. ഒരു കാർഡ്ബോർഡ് കണ്ടുപിടിക്കാനും ഗ്ലൂ കണ്ടുപിടിക്കാനും ഞാൻ പെട്ട പാട് വേറെ ആരും പെട്ടിട്ടുണ്ടാവില്ല. പണ്ടേ ഈ വേസ്റ്റ് വന്ന കാർഡ്ബോർഡ് ശേഖരിച്ച് വെച്ച് അത് കൂട്ടിയിട്ട് എലിക്ക് വീട് വെച്ച് കൊടുത്ത ഒരു ചരിത്രമുള്ള ഒരാളാണ് ഈ ഒരു കഷ്ണം കാർഡ്ബോർഡിന് വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് കാണുമ്പോൾ എന്തോ ഒരു മനോവിഷമം. അങ്ങനെ കാർഡ്ബോർഡ് കെട്ടിക്കഴിഞ്ഞപ്പോൾ പശയായി അടുത്ത പ്രശ്നം. അപ്പം ഞാൻ കണ്ടുപിടിച്ചത് 3 പശകളാണ്. 1 ഷൂ ഗ്ലൂ, 2 ഫെവിക്കോള്, 3 ഫെവിക്രില്ല്. ഇത് 3ഉമാണ് എൻ്റെ അടുത്തുണ്ടായിരുന്നത്. ഫെവിക്കോൾ കൊണ്ടൊക്കെ എങ്ങനെ ഈ പിസ്താഷ്യയിൽ ഒട്ടാനാന്നും പറഞ്ഞ് അതിനങ്ങ് തള്ളി മാറ്റി ഷൂ ഗ്ലൂ എടുത്തു. അപ്പോഴല്ലേ പണി വാളിയത് മനസ്സിലായത്. ഷൂ ഗ്ലൂ കൊണ്ടൊന്നും നടക്കുന്നില്ലടോ. അവസാനം എന്നെ നോക്കി പുച്ഛിച്ചുകൊണ്ടിരുന്ന ഫെവിക്കോളിനെ തന്നെ ഞാൻ എടുക്കേണ്ടി വന്നു. അല്ലെങ്കിലും ഫെവിക്കോൾ പണ്ടേ പൊളിയല്ലേ. ഇനി അങ്ങനെ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് രണ്ടും ഞാൻ കാണിച്ചു തരാം. ഫെവിക്കോൾ വെച്ചാക്കിയതും മറ്റ് ഷൂ ഗ്ലൂ വെച്ചാക്കിയതും. നിങ്ങൾക്ക് തന്നെ വ്യത്യാസം മനസ്സിലാവും. ആ ഏറ്റവും വലുത് ഫെവിക്കോൾ വെച്ചാക്കിയതാണ്, കുഞ്ഞിത് ഷൂ ഗ്ലൂവിൻ്റെയും. എന്താണ് തട്ടിക്കൂട്ടാൻ ശ്രമിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്താ സംഭവം എന്ന് ഞാൻ തന്നെ കാണിച്ചു തരാം. ഇതൊരു ക്യാൻഡിൽ സ്റ്റാൻഡാണ്. ഒരു കുഞ്ഞ് ക്യാൻഡിൽ നടുക്ക് വെച്ച് കത്തിച്ചു കൊടുത്തപ്പോൾ നല്ല എസ്തെറ്റിക് ലുക്കായിരുന്നു. പിന്നെ നമ്മൾ ഈ 90s കിഡ്സിനൊക്കെ എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അങ്ങനെ നല്ല വെടിപ്പായിട്ട് കളർ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഏതൊക്കെയോ കളർ മിക്സ് ചെയ്ത് ഒരു പ്രത്യേക കളറാക്കി, കളർഫുള്ളാക്കി. അല്ലേ നമുക്കൊക്കെ ഈ കളർഫുള്ളല്ലേ പറ്റൂ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യണേ. ഒരു 4 വർഷത്തെ ഗ്യാപ്പിന് ശേഷം കഷ്ടപ്പെട്ട് തട്ടിക്കൂട്ടിയതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ പുതിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.